ഹലോ ഹലോ ഏഷ്യാനെറ്റ് അല്ലേ? ഏഷ്യാനെറ്റ് അല്ലേ? ഹലോ സാർ, ഈ ബിഗ് ബോസിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തെന്ന് കേട്ടു. അല്ല, എൻ്റെ ഭാര്യക്ക് പിന്നെ കോള് വന്നിട്ടില്ല. ഇല്ല. സുലു ദിനേശ്, സുലോചന ദിനേശ്. ഏ സെലക്ട് ആവാണ്ടൊക്കെ ഒരു വഴിയില്ല. ഓള് നല്ലോണം പരദൂഷണം പറയും. ആ ഓള് ഒരു സ്ഥലത്തുള്ള മറ്റേ സ്ഥലത്തെല്ലാം പോയിട്ട് നല്ലോണം പറയും. വെറുതെ കുറച്ചല്ല, മസാല ചേർത്തിട്ട് പറയും. എന്നിട്ട് അവരെ മൂച്ച് കയറ്റിട്ട് അവരെ തമ്മിൽ അടിയെല്ലാം ആവിപ്പിക്കൂ. നമുക്കറിയുന്നല്ലേ, ഇത് നമ്മളെ ഫ്ലാറ്റിന്റെ അപ്പുറമുള്ള മിക്ക ആൾക്കാരും നമ്മൾ തമ്മിൽ ഇപ്പൊ തെറ്റാണ് ഇവളെ വർത്താനം കൊണ്ട്. നമ്മളെല്ലാ സീസണും കാണുന്നതാണ്. അതിനകത്ത് ഇവക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ഇവക്ക് അങ്ങനെ വൃത്തിയൊന്നുമില്ല, അധികം കുളിക്കലും അങ്ങനത്തെ ഒന്നുമില്ല. ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കൂല. ഓളെ അച്ഛൻ പറഞ്ഞിട്ട് ഓള് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എനക്കെല്ലാം പട്ടി വല്ലയാണ്. ഉച്ചക്ക് കൂർക്കം വിളിച്ചുറങ്ങും. അതെല്ലാം നിങ്ങൾക്കൊരു കണ്ടന്റ് അല്ലേ? ഇവിടുത്തെ കക്കൂസ് ഞാനാ വൃത്തിയാക്കുന്നത്, പിന്നെയാണ് അവിടുത്തെ കക്കൂസ്. അതൊന്നും ചിന്തിക്കുക വേണ്ട. അന്നേരം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇവളുമായിട്ട് അടിയാവാൻ പറ്റൂലേ? അതെല്ലാം നിങ്ങൾക്കൊരു എപ്പിസോഡിൽ TRP കുത്തന ഈ വാനം പോലെ വാനം തൊടുന്ന രീതിയിൽ നമുക്ക് TRP കിട്ടൂലേ? അല്ല, ഇത് എല്ലാരും എടുത്തു പോയത് മറ്റു കാര്യമില്ല. ഇത് നമ്മൾ അതായത് ആ മെറിറ്റ് ബേസിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ പൊളിറ്റിക്സ് കാണിക്കല്ലേ ഇതിൻ്റെ അകത്ത്. മെറിറ്റ് ബേസിൽ എടുക്കുക നിങ്ങൾ ആളുകളെ. ഇവക്ക് അത്രയും കാര്യങ്ങളുണ്ട്, ഗുണങ്ങളുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. ഇവള് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറയും. ഇല്ലാത്തതെല്ലാം പറയും. ഒരാളെ അടുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ കൊള്ളൂല. സത്യം. അല്ല ഭായി, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഇപ്പം നിങ്ങളായതുകൊണ്ട് പറയാം, നിങ്ങൾ ഇതിൻ്റെ ആളായതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ജനിച്ചതും തൊട്ട് കാണുന്ന എൻ്റെ അമ്മേനെയും എൻ്റെ പെങ്ങളെയും. സത്യം പറഞ്ഞാൽ ഞാൻ ഇവളെ കല്യാണം കഴിച്ച് 1 മാസം അതുവരെ എനിക്കറിയില്ല എൻ്റെ അമ്മക്കും പെങ്ങൾക്കും ഇത്രയും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെന്ന്. ഓള് എന്നെ പറഞ്ഞ് തിരിച്ച് ഇപ്പം അവർക്കെതിരെ നിർത്തി. ഇപ്പം നമ്മൾ വീടിൻ്റെ കേസിലാവളെ ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിന്നെ അന്തചിത്രം ഉണ്ടാക്കും. സീസൺ 8 ഈ സീസൺ 7 വിന്നറിയാ നിങ്ങൾ വേണ്ടെന്ന് പറയുന്നു ഭായി. ഹലോ മിസ്റ്റർ, ഹലോ. എന്തൊരു കറക്റ്റ് ടാലന്റിന് പിടിക്കൂല. കട്ടാക്കി. മോഹൻലാൽ വഴി എന്തെങ്കിലും? മോഹൻലാൽ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മോഹൻലാലിന്റെ നമ്പർ എവിടുന്നെങ്കിലും ഒപ്പിക്കണം. എന്നിട്ട് നീ ഉണ്ടല്ല ഈ പൃഥ്വിരാജിനെയും മമ്മൂട്ടിനെയും കുറിച്ചുള്ള എന്തെങ്കിലും പരദൂഷണം ഇല്ലാത്ത കഥയെല്ലാം പറ. ചിലപ്പോൾ എടുത്താലോ. അത് ഈസി പീസി. നിന്റെ പരദൂഷണം പറയാനുള്ള സ്കില്ല് കണ്ടിട്ട് മൂപ്പര് എടുത്താ നമ്മൾ രക്ഷപ്പെട്ടു. അനക്കെന്റെ ഈ ടാലൻസ് വെളിയിൽ കാണിക്കണം തന്നെ ചേട്ടാ. നോക്കട്ടെ, ആന്റണി പെരുമ്പാവൂരിന്റെ നമ്പർ നോക്കട്ടെ.